നമസ്കാരം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഓവൽ ഓഫീസിൽ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് ഈ ചർച്ചയിൽ നടന്നതെന്നാണ് വിവരം. യുക്രൈൻ റഷ്യയുമായി വിട്ടുവീഴ്ച ചെയ്യണമെന്നും കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇത് സെലസ്കി തള്ളുകയും രൂക്ഷമായി തുറന്നടിക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരും തമ്മിൽ അതിരൂക്ഷ തർക്കം ഉടലെടുത്തു. ഒടുവിൽ ചർച്ച അലസിപ്പിരിഞ്ഞു. സംയുക്ത വാർത്താ സമ്മേളനവും റദ്ദു ചെയ്തതായി ഓവൽ ഓഫീസ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയ്ക്ക് താൽപര്യമുണ്ടെന്നും റഷ്യയുമായി കരാർ ഉണ്ടാക്കണമെന്നുമാണ് ട്രംപ് സെലസ്കിയോട് ആവശ്യപ്പെട്ടത്. അതിന് തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നത്തിൽ അകപ്പെടുമെന്നും യുക്രൈൻ ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഈ വെല്ലുവിളിയോട് അതേ രീതിയിലായിരുന്നു സെലസ്കി മറുപടി നൽകിയത്. ഞങ്ങളുടെ രാജ്യം ഏറ്റവും ശക്തമായാണ് ഇത്രയും നാൾ നിലകൊണ്ടത്. ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് തന്നെ തുടരും. യുഎസിന്റെ സഹായങ്ങൾക്ക് ഞങ്ങൾ നന്ദി അറിയിച്ചതാണ്. എന്നാൽ കൊലയാളി പുടിനുമായി വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ റഷ്യ ഉറപ്പു നൽകണമെന്നും സെലസ്കി പ്രതികരിച്ചു. ഇത്തരത്തിലാണ് പ്രതികരണമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് താൻ കരുതുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞു. നിങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം വെച്ച് വിലപേശുകയാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള പുറപ്പാടിടുന്നത് രാജ്യത്തെ ജനങ്ങളോടുള്ള അനാദരവാണെന്ന് ട്രംപ് പ്രതികരിച്ചു. യുക്രൈന് നൽകിയ സഹായത്തെക്കുറിച്ചും ട്രംപ് വിശദീകരിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് $350 ബില്യൺ നൽകി. സൈനിക പിൻബലവും ഉപകരണങ്ങളും നൽകി. നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായമില്ലെങ്കിൽ ഈ യുദ്ധം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ശരിയാണ്, ഇത് തന്നെയാണ് പുടിനും തങ്ങളോട് പറഞ്ഞതെന്നായിരുന്നു സെലസ്കിയുടെ മറുപടി. അതേസമയം യുക്രൈന് സെലസ്കിയും എതിരായ വിമർശനവും വെല്ലുവിളിയും ട്രംപ് വീണ്ടും തുടർന്നു. തങ്ങളുടെ ജനങ്ങൾ മരിച്ചു വീഴുകയാണ്, സൈനിക ശക്തിയും ശോഷിച്ചു. എന്നിട്ടും നിങ്ങൾ പറയുന്നത് വെടിനിർത്താൻ കരാർ വേണ്ടെന്നില്ലെന്നും യുദ്ധം തുടരട്ടെ എന്നുമാണ്. ഇപ്പോൾ വെടിനിർത്താൻ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ജീവനുകൾ നഷ്ടമാകും. ഞാൻ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ പറയുന്നത് അതിന്റെ ആവശ്യം ഇല്ലെന്നാണ്. ഞങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ശക്തിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും സാധിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം നേതാക്കൾ പരസ്പരം പോര് തുടർന്നതോടെ ചർച്ച എങ്ങുമെത്താതെ അവസാനിച്ചു. യുഎസ് സഹായത്തിന് യുക്രൈന്റെ ഉടമസ്ഥതയിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ 50% വരുമാനം യുഎസുമായി പങ്കിടാമെന്ന കരാറിൽ ഒപ്പുവെക്കാതെ സെലസ്കി ഓവൽ ഓഫീസിൽ നിന്നും മടങ്ങി. അതേസമയം ട്രംപ് ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ സെലസ്കിയുടെ പ്രതികരണവും സമാനമായ രീതിയിലായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം രാജ്യത്താണ്. ഇക്കാലം അത്രയും ഞങ്ങൾ ശക്തമായി നിലകൊണ്ടു. നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളോട് ഞങ്ങൾ നന്ദി അറിയിച്ചിട്ടുണ്ട് എന്ന യുക്രൈൻ നേതാവിന്റെ മറുപടി വൻ രോക്ഷങ്ങൾക്കാണ് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ ഉയർന്നപ്പോൾ ഉറക്കെ സംസാരിക്കേണ്ടതില്ലെന്ന് സെലസ്കി ആവശ്യപ്പെട്ടപ്പോൾ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റും സംസാരിക്കാൻ തുടങ്ങി. അവസാനം ചർച്ച എങ്ങുമെത്താതെ അവസാനിക്കുകയായിരുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ ഈ വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചാ വിഷയം. നയതന്ത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് പഠിക്കണമെന്ന തരത്തിലാണ് വിലയിരുത്തലുകൾ വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയ സമയത്തായിരുന്നു മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നീക്കിയ മോദിയുടെ ഇടപെടലും ഇപ്പോൾ ചർച്ചയാവുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.